സോ നമ്മൾ ഇന്ന് രാവിലെ ധ്യാനിച്ച ആ വിഷയം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ലെറ്റ്സ് ടേൺ ടു റോമൻസ് ചാപ്റ്റർ 4 verse 5. റോമർ 4:5. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്. Can you read in English? But to him that worketh not, but believeth on him that justifies the ungodly, his faith is counted for righteousness. His faith is counted for. മലയാളത്തിൽ എങ്ങനെ? അവന്റെ വിശ്വാസം നീതിയായി കണക്കിടും. അവന്റെ വിശ്വാസം നീതിയായി കണക്കിടും. That's where we stop this night. ഇന്ന് വൈകുന്നേരം നമ്മൾ അവിടെ ധ്യാനിക്കുക. ആദ്യത്തെ ഏജ് ഓഫ് we saw ആദ്യത്തെ ഡിസ്പെൻസേഷൻ, ദ ഡിസ്പെൻസേഷൻ ഓഫ് ഇന്നോസെൻസ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സ്വന്തം സദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയതിൻ്റെ പുറയുള്ള കാരണം ഒരു നിത്യതയുണ്ട്. ദാറ്റ് ഈസ് ആൻ ഇറ്റേണിറ്റി. നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് ദിവസത്തേക്ക് ഉള്ളൂ. വേണ്ടിയതെല്ലാം ചോദിക്കാതെ തന്നെ ഭക്തിക്കും ജീവനും വേണ്ടിയതൊക്കെ എല്ലാം സൃഷ്ടിതാവ് നമുക്ക് എന്തോ ചെയ്തിട്ടുണ്ട്. He has just given it to us. വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. കാരണം ആഗ്രഹം എന്തുവാ? ഞാൻ ആരുടെ സ്വഭാവത്തിലായി തീരണം? The goal. Be like whom? So can you imagine the expectation of God? ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ സ്വഭാവം ആരുടെ സ്വഭാവമായി മാറണം? എന്നിട്ട് അവിടെ നമുക്ക് ഏറ്റവും വലിയ പ്രയാസം പറഞ്ഞേ, ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളാം, പക്ഷെ എൻ്റെ സ്വഭാവം മാറ്റാനാ. ഡോണ്ട് ട്രൈ ടു ഡു ദാറ്റ്. എൻ്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കല്ലേ. അതില്ലേ നമ്മുടെ കുടുംബങ്ങളിലും പ്രശ്നം വരുന്നതിൻ്റെ കാരണം എന്തുവാ? ബേസ് എന്തുവാ? ഭാര്യയും ഭർത്താവ് തമ്മിൽ വഴക്കിൻ്റെ കാരണം എന്തുവാ? ഭാര്യ ഭാര്യയുടെ ഭാഷയിൽ പിടിക്കും, ഭർത്താവ് ഭർത്താവിൻ്റെ ഭാഷയിൽ പിടിക്കും. ആൻഡ് വി ആർ നോട്ട് റെഡി ടു ചേഞ്ച്, ബട്ട് വി കോംപ്രമൈസ്. കുടുംബജീവിതത്തിലും എന്തോ ചെയ്യും? അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. പക്ഷെ സ്വഭാവം എന്തോ ചെയ്തില്ല, മാറത്തില്ല. ബട്ട് ഗോഡ് വാണ്ട്സ് us. ദൈവം ആഗ്രഹിക്കുന്ന എന്തുവാ? നീ ബി ലൈക്ക് മീ. ഞാൻ ചിന്തിക്കുന്ന പോലെ നീയും ചിന്തിക്കാൻ തുടങ്ങുന്നേ. എൻ്റെ സ്വഭാവം നീ കണ്ടിട്ടെങ്കിലും നിന്റെ സ്വഭാവം ഒന്ന് മാറ്റ്. ആദാമിനെ ഉണ്ടാക്കിയപ്പോൾ അവനോട് പറഞ്ഞ് ബി ഫ്രൂട്ട്ഫുൾ, സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ. 3 കാര്യങ്ങളേ ഉള്ളൂ ആദാമിനോട്: ഫ്രൂട്ട്ഫുൾ, സബ്ഡ്യൂ, ഡൊമിനിയൻ. സെയിം വിത്ത് us. ഗോഡ് വാണ്ട്സ്. ദൈവം ആഗ്രഹം പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന എന്തുവാ? ഞായറാഴ്ച പള്ളിയിൽ പോയാൽ, അല്ലെ ദൈവവേലയ്ക്ക് സഹായിച്ചാൽ, അല്ലെ സ്തോത്രാഴ്ച കൊടുത്താൽ ദൈവം പ്രസാദിക്കും. നോ, ഇത് നമ്മൾ എത്ര ചെയ്താലും എൻ്റെ സ്വഭാവത്തിനൊരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓഫ് നോ യൂസ്. നമ്മൾ നമ്മുടെ സ്വഭാവം മാറ്റുന്ന സ്ഥലത്ത് വി ആർ ട്രൈങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് തിങ് വിത്ത് വാട്ട്? വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ് ബൈ വാട്ട്? ഗോയിങ് ടു ചർച്ച്. പള്ളിയിൽ പോവും, സ്തോത്രാഴ്ച ഇടും, ദേവദാസന്മാർക്ക് പൈസയും കൊടുക്കും. സോ ക്യാൻ യു ഇമാജിൻ? മോൻ അപ്പൻ്റെ ഒരു അനുസരണവും ഇല്ല, പക്ഷെ പപ്പയോട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുന്നത് ഗുഡ് മോർണിംഗ് ഡാഡ്. വീട്ടിൽ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും കാപ്പിയും എല്ലാം കൊടുക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നത്. വിൽ യു ലൈക്ക് ദാറ്റ് സൺ ഹു റെസ്പെക്ട്സ് യു ബട്ട് won't do anything that he is supposed to do? അവൻ കള്ളു കുടിച്ച് നടക്കുമ്പോൾ നമ്മൾ പറയുന്നത് നീ എന്തിനാ കള്ളു കുടിച്ചത്? വൈ ആർ യു ആസ്കിങ് മീ? ഞാൻ പപ്പയെ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലോ. ഞാൻ കള്ളു കുടിച്ചാണെങ്കിലും ഞാൻ വീട്ടിൽ രാത്രി വരുന്നുണ്ടല്ലോ, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെടുവോ? സെയിം അതുപോലെ തന്നെ ഞാൻ പള്ളിയിൽ വരുന്നുണ്ട്, ഞാൻ സ്തോത്രാഴ്ച എല്ലാം കൊടുക്കുന്നുണ്ട്. നീ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടങ്ങളെല്ലാം അനുവദിക്കുന്നത്? ഞാനിതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? I don't want any problems in my life. And then we have that crazy thinking, നമ്മുടെ കർത്താവ് കഷ്ടം സഹിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടം. Do you want any problems?
ഐശ്വര്യ? നോ. ജെ ബി ബ്രദർ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടത മാറ്റണോ? അതിലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ജോൺ ബ്രദർ, the best thing is, don't waste your time praying. Go to Throngs Bridge, jump into the Hudson Bay, all your problems are solved. That's the only way and the surest way, guaranteed, that all your problems will be solved. സത്യമാണോ? ദൈവത്തെ വിളിച്ചാലും ഇല്ലെങ്കിലും മരണം വരെ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഉണ്ട്, പ്രോബ്ലംസും ഉണ്ട്. എങ്ങോട്ടാ ഓടുന്നത്? ലൈഫ് ഈസ് ഫുൾ ഓഫ് പ്രോബ്ലം. ബട്ട് ദീസ് ആർ നോട്ട് പ്രോബ്ലംസ്. ദീസ് ആർ, ഇത് പ്രോബ്ലം, പ്രശ്നങ്ങളല്ല. ഇത് ദൈവം നമ്മുടെ ജീവിതം. ദാറ്റ്സ് വൈ പ്രശ്നങ്ങൾ ഉള്ളവൻ ഭാഗ്യവാൻ. കാരണം ഈ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാ അവൻ ദൈവമായിട്ട് കൂടുതൽ അടുക്കുന്നത്. And then he becomes more mature. Right? പ്രശ്നങ്ങൾ ഇല്ലാത്തവന്റെ ജീവിതത്തിൽ എന്തോ ഇല്ല, ഒരു മെച്യൂരിറ്റിയും ഇല്ല. സോ ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, എന്റെ സ്വഭാവം ആരുടെ പോലെ ആകണം. താങ്ക് ഗോഡ്, ദ പ്രിവിലേജ് വി ഹാവ്. നമുക്കുള്ള ഭാഗ്യം. നിന്നെ ഞാൻ എന്റെ സദൃശ്യത്തിലാണ് ഉണ്ടാക്കിയത്. ദൂതന്മാർക്ക് പോലും ഈ ഭാഗ്യം ഇല്ല. സോ ഏതൻ തോട്ടത്തിൽ അത്രയും ഉണ്ടാക്കി, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ മനുഷ്യൻ തീരുമാനിച്ച എന്തുവാ? ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഇന്നോസെന്റ്, നിഷ്കളങ്ക യുഗത്തിൽ അവൻ തീരുമാനിച്ചത് എന്തുവാ? ഞാൻ സ്വന്തമേ നടന്നോളാം. സ്വന്തമേ നടക്കുകയാണെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം വേണ്ടായല്ലോ. അതുകൊണ്ടില്ലയോ മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ നിന്ന് ദൈവം വെളിയിലിറക്കുന്നത്. കാരണം മനുഷ്യൻ തീരുമാനിച്ചത് എന്തുവാ? ഞാൻ സ്വയമേ ആയിരിക്കും തീരുമാനിക്കുന്നത് നന്മയോ തിന്മയോ ഏതാ. ഇന്നിപ്പം സൊസൈറ്റി നമ്മൾ നോക്കുമ്പോൾ ഈ ഗേയ്സും ലെസ്ബിയൻസും ഹോമോസെക്ഷൽസും ഇവരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒന്ന് നോക്കിയാൽ മതി, അവന് വലിയ ബ്ലഡ് പ്രഷറാണ്. അവൻ പറയുന്നത് എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? വൈ? വാട്ട്സ് ദ പ്രോബ്ലം? എനിക്ക് കാൻഡ് ഐ ലുക്ക് അറ്റ് യു? I don't know, look at that. ഇപ്പൊ അമേരിക്കയിൽ ഗോഡ് ബ്ലസ് പോലും പറയാൻ പാടില്ല. ആ ഡോളറിൽ നിന്ന്, കർത്താന്റെ കൃപ, ആ ഡോളറിൽ നിന്ന് ഇതുവരെ ഇവർക്ക് മായച്ചു കളയാൻ കഴിഞ്ഞിട്ടില്ല. They are doing everything. Why? എനിക്ക് ദൈവം വേണ്ട, ഞാൻ സ്വന്തമേ നടന്നോളാം. എന്താ നടന്നോ? അതാ ദൈവത്തിന്റെ സ്വഭാവം. You choose to walk on your own, God will not trouble you. God will not trouble you. He will not disturb you. But then you have to understand, it's you who has to come back to God. God is not going to chase you down the road. Because you think, I can walk on my own. And you have decided. ഇപ്പം എസ്പെഷ്യലി മലയാളീസിൻ്റെ ഇടയ്ക്ക്, മലയാളീസ് പറയുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനാ? ജോബ് പറഞ്ഞാൽ എന്തുവാ? സാധാരണ തൂപ്പുകാരനോ? പൈസ ഇല്ലയോ വേണ്ടി? ATM മെഷീനാ. ഞാൻ അത്രയും കഷ്ടം സഹിച്ചു, നീ പഠിക്കടാ. തീരുമാനിക്കുന്നത് ആരാ? അപ്പനും അമ്മയും. തന്നത് ദൈവം മക്കളെ തന്നത്. സോ അവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞ ഒരു സിമ്പിൾ ഒരു വിഷയം. ലുക്ക് അറ്റ് ദ വേ ഐ വാക്ക് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഇന്നോസെൻസ്. ഗോഡ് ടെസ്റ്റഡ് and man chose. ഞാൻ തന്നെ നടന്നോളാം. ദൈവം മനുഷ്യനെ എന്തു ചെയ്തു? ബിക്കോസ് ആ വാക്യമുണ്ടല്ലോ, ജനസിസ് 3-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 3:22. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മൾ ഒരുത്തനെ പോലെ ആയി. ആ ദുഃഖത്തോട് ദൈവം പറയുന്നത് നന്മ തിന്മ അറിയാൻ തക്കവണ്ണം. English learning, and the Lord God said, behold, the man is become as one of us. Can man become like God? മനുഷ്യൻ ദൈവം പോലെ ആയി തീരാൻ ഒക്കുമോ? Yes or no? No way. എവിടെ ആകാനാ? നമുക്ക് ദൈവം പോലെ എങ്ങനെ ആകാന്നേ? നാം സൃഷ്ടിതാവാ. പക്ഷേ നമ്മുടെ ചിന്ത, ഞാൻ ആരുപോലെ, ഞാൻ ദൈവം പോലെ. എനിക്ക് ദൈവം ആകാൻ ഒക്കത്തില്ല.
ഇതെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവം ഇല്ലയോ? ആൻഡ് ഈസ് ഹി ഏബിൾ ടു, ഈസ് ഹി റെയിനിങ് ഓവർ എവറിഥിങ്? ദൈവത്തിന്റെ കൺട്രോളിലാണോ എല്ലാം? ദ ഹോൾ യൂണിവേഴ്സ് ഇല്ലേ? ഒരു ദൈവമാ ഇതെല്ലാം എന്തോ ചെയ്യുന്നേ? കൺട്രോൾ ചെയ്യുന്നേ. ഇവിടെ മനുഷ്യൻ തലകുത്തി മറിയുന്നു. ബട്ട് സ്റ്റിൽ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ, സങ്കീർത്തനം 2 നോക്കുമ്പോൾ, ദൈവം സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് എന്തു ചെയ്യുക? He has never lost his control. Never lost his control. So we cannot become God, but we think I am like God. അതുകൊണ്ടില്ല നമ്മൾ തന്നെ ഇരുന്ന് നമ്മുടെ പ്ലാനിങ് ചെയ്യുന്നേ. വി പ്ലാൻ അവർ ഓൺ ലൈഫ് ഇല്ലേ? നാളെ കുറച്ച് പൈസ കിട്ടി കഴിയുമ്പോൾ ജെബി ബ്രദർ പ്ലാനിങ് തുടങ്ങും. പക്ഷെ ആ പ്ലാൻ നടക്കാതെ വരുമ്പോൾ ഉള്ളിലകത്തൊരു പേടി കിടപ്പുണ്ട്. ഈ കർത്താവെ, ഈ ഒരു എൻ്റെ പ്ലാനിങ്ങിൽ നിന്റെ എന്താ വേണം? ബ്ലെസ്സിങ് വേണം. അതെന്താ അങ്ങനെ പറയുന്നത്? സ്വന്തം ഇല്ല പ്ലാൻ ഉണ്ടാക്കിയത് തന്നെ ഇരുന്നില്ല, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ പുറത്ത് ആണെങ്കിൽ? കാരണം ഉള്ളിൻ്റെ ഉള്ള ഒരു പേടി കിടപ്പുണ്ട്. ഉണ്ടാക്കിയവൻ ഒരുവനുണ്ട്. ദൈവം ഇല്ലായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. സോ ഉള്ളി കിടക്കുന്ന ആ ഭയമുണ്ട്. ഈ പ്ലാൻ നടക്കാതെ വരുമ്പോൾ നമ്മളെന്തോ ചെയ്യും? We get mad. We get tensed up. Because the way I am planning, things are not working. അതിന് നമ്മൾ സ്കൂളിൽ പോകുന്ന പിള്ളേർ എക്സാം സമയത്ത്, ഇപ്പം ബോർഡ് എക്സാമിൻ്റെ സമയമായി ഇന്ത്യയിൽ, അപ്പനും അമ്മയും പിള്ളേരും പ്രാർത്ഥനയുണ്ടോ? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പഠിക്കുന്നവന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തോ ചെയ്തിട്ടില്ല, പഠിക്കേണ്ടിയ പോലും പഠിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചിട്ട് വല്ല പ്രയോജനം? ചിലരുണ്ട് പറയാൻ, ഞങ്ങൾ പാസ്റ്ററെ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? നീ പണികൊള്ളനായതുകൊണ്ടില്ലേ നിനക്ക് ജോലി കിട്ടാത്തത്? Can we pray that you may get a job? Is there no job? ഇഷ്ടംപോലെ എന്തുകൊണ്ട് ജോലിയുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടിയ ജോലി ഇല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജോലിയാണ്. എന്നാൽ ഗാർബേജ് ട്രക്ക് ഓടിക്കുന്ന അവൻ ഇഷ്ടമുള്ള ജോലിയാണോ അത്? ഇവിടെ ഉണ്ടല്ലോ കേരളത്തിൽ വക്കീലിന്റെ പണി ചെയ്ത് ഇവിടെ ഗ്യാസ് പമ്പിൽ ജോലി ചെയ്യുന്നവർ ഉണ്ടോ? So that's where I need to understand. Simple thing. I think I am God. That's where the problem has come. ദൈവം മനുഷ്യനോട് പറയുന്നത് എന്തുവാ? ഇവൻ എന്തോ ചിന്തിക്കുന്നത്? ഇവൻ ആരെ പോലായി? നമ്മളിൽ ഒരുത്തവനെ. ഇവനെ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ സ്വന്തമേ ആയിരിക്കും തീരുമാനിക്കുന്നത്, നന്മയോ. അതുകൊണ്ട് അവനെ എവിടെ ഇറക്കി? തോട്ടത്തിൽ നിന്ന് വെളിയിൽ. പക്ഷെ ഇനി ഒരു കാര്യം അവിടെ താഴെ എഴുതിയിട്ടുണ്ട്, അതിന്റെ 24ാമത്തെ വാക്യം. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ഇപ്പൊ ആരെ നിർത്തി? കെരൂബിനെ നിർത്തി. ആരുടെ ഇടയ്ക്കാ ഇപ്പം കെരൂബ് നിൽക്കുന്നേ? ദൈവവും ഏദൻ തോട്ടവും മനുഷ്യന്റെ ഇടയ്ക്ക് കെരൂബ് നിൽക്കുന്നതിന്റെ അർത്ഥം, ദാറ്റ്സ് വേർ നമ്മൾ ചിന്തിക്കേണ്ട അതിന്റെ സീരിയസ്നെസ്. നീ സ്വയമേ നടക്കാൻ തീരുമാനിച്ചോ, നീ ഞാൻ തമ്മിൽ ബന്ധമില്ല. കാരണം നമ്മളും ദൈവം തമ്മിലുള്ള വ്യത്യാസം എന്താ? എനിക്ക് രാവിലെ ദേഷ്യം കയറിയാൽ വൈകുന്നേരം ആകുമ്പോൾ തണുക്കുവോ? പറഞ്ഞാട്ടെ. ബിജു ബ്രദറിന് ദേഷ്യം കയറിയാൽ ചൂട് കാപ്പി കൊടുത്താൽ ദേഷ്യം എന്ത്? നമ്മളങ്ങ് മാറും. പക്ഷെ ദൈവമാണെങ്കിൽ ചൂട് കാപ്പിയോ സ്തോത്രാഴ്ചയോ ദശാംശം, നോ വേ. ഗോഡ് ഡസൻറ്റ്, വി ചേഞ്ച്. നമുക്ക് തുണി വാങ്ങിച്ചു തന്നാലോ വണ്ടി വാങ്ങിച്ചു തന്നാലോ നമ്മുടെ ഇമോഷനും എല്ലാം വാട്ട് ഹാപ്പൻസ്? ദ പ്രോബ്ലം വിത്ത് ഗോഡ് ഈസ് ഹി cannot ചേഞ്ച്. ഇഫ് ഹി ചേഞ്ചസ് then he is not God. ദൈവത്തിന് കോംപ്രമൈസ് ഇല്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ
പരിഹസിച്ച് വാട്ട് യു സോ യു ഷാൽ റീപ്. താങ്ക് ഗോഡ് വി ഹാവ് ദിസ് ബുക്ക്. നമുക്ക് ഈ പുസ്തകം ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം എന്തോ ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. ലുക്ക് അറ്റ് ദ പ്രിവിലേജ്. നമുക്ക് ഗുരുക്കന്മാർ ആരുടെയും ആവശ്യം ഇല്ല. പക്ഷെ അവിടെ കെരൂബിനെ നിർത്തിയത് സ്വന്തമേ നടക്കുന്നതുകൊണ്ട് നമ്മൾ തമ്മിൽ എന്തോ കാണത്തില്ല, ബന്ധം കാണത്തില്ല. കാരണം ബന്ധമുണ്ടെങ്കിൽ നീ ഒരിക്കലും നീ ആരാണ് ഞാൻ ആരാണ് ഒരിക്കലും നീ പഠിക്കത്തില്ല. ഇനിയിപ്പം സ്വന്തമേ നടന്ന് വേണം നീ പഠിക്കാൻ. നിന്നെ കൊണ്ട് എന്തൊക്കെ കഴിയും, ഞാൻ ആരാണ് നിനക്ക് മനസ്സിലാവും. സോ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കുന്നേ ദേഷ്യം വന്ന് അവനെ ചവിട്ടിക്കളയല്ല, അവൻ്റെ ക്ലാസ് തുടങ്ങാൻ പോവുക. ഇനിയിപ്പോൾ മനുഷ്യൻ എന്തോ പഠിക്കാൻ തുടങ്ങുക, അവനാര്. പക്ഷെ വെളിയിലിറക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു വാക്ക്, സ്ത്രീയുടെ സന്തതി വരും. ആൻഡ് ഹി മേക്സ് എ കവനന്റ്. അതാ മനുഷ്യനെ വെളിയിലിറക്കിയപ്പം 21-ാമത്തെ വാക്യം 3:21. യഹോവയായ ദൈവം ആദമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി. അവൻ എന്തുവായിരുന്നു ഇട്ടുകൊണ്ടിരുന്നേ? അത്തിയല. അതൊന്ന് മാറ്റിയിട്ട്, കാരണം എവറിത്തിങ് ഹാസ് മെസ്ഡ് അപ്പ് നൗ. യു ആർ ഇൻ ചാർജ്. ഇതുവരെ ഞാൻ വന്നുകൊണ്ടിരുന്നു. എവറിത്തിങ് വാസ് ഇൻ, ബിക്കോസ് നിനക്ക് എൻ്റെ പുറത്ത് വിശ്വാസം ഉള്ളതുകൊണ്ട് എവറിത്തിങ് എല്ലാം നിന്റെ അധീനതയിലായിരുന്നു. പക്ഷെ നൗ സിൻസ് യു ഹാവ് ടേക്കൺ ചാർജ്, ഡു ആസ് യു വാണ്ട്. ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ, ഈ അമേരിക്ക ഒബാമയെ വോട്ട് ചെയ്തോ? 2ാമത്തെ ടേം ഇല്ലയോ? ഇനിയിപ്പോൾ 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം നിന്നാൽ വോട്ട് കൊടുക്കൂ? Are you done with him? Yes. But look at the excitement that was there when he won the election for the first time. And for us, George W. Bush was the devil, and this was a man. Even a Nobel Prize vare koduthu. Aarkari endina koduthu? Le, the craziest thing. And what has he done? What has he done? But I'm just telling you, നമ്മൾ ഓർത്തത് ഇവനെ ഇരുത്തിയാൽ he will do everything. He has the magic wand. അത് സെയിം നമ്മൾ നരേന്ദ്രമോദി ഇന്ത്യ വന്നപ്പം മൻമോഹൻ സിംഗിനെ ദൂരെ കളഞ്ഞിട്ട് നരേന്ദ്രമോദി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും നരേന്ദ്രമോദിയെ. ഇപ്പം ഡൽഹി ഇലക്ഷനിൽ നിങ്ങൾ കണ്ടല്ലോ, കഷ്ടപ്പെട്ട് 3 ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് വരും 3 പേര്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവം ഒരു ഉടമ്പടി. മനുഷ്യ, സ്ത്രീയുടെ സന്തതി വന്നോളും. ഡോണ്ട് ഹാവ് ടു വറി, ബട്ട് യു നീഡ് ടു ലേൺ. നമുക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം എന്തുവാ? പഠിക്കാനാ പ്രയാസം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഇന്ത്യയിൽ ആ പയ്യനോട് ഞാൻ സംസാരിക്കാനിരുന്നപ്പം നല്ല പ്രപ്പോസലാണ് ഇവിടെ വന്നേക്കുന്നത്. പക്ഷെ പയ്യൻ ഇന്ത്യയിലാണ്, മലയാളി. ഞാൻ പറഞ്ഞു, അമേരിക്ക വരുന്ന നല്ല കാര്യം, ബട്ട് കം പ്രിപ്പയർഡ് വിത്ത് എ മൈൻഡ് സെറ്റ് ദാറ്റ് യു ഹാവ് ടു ഗോ ടു സ്കൂൾ, യു ഹാവ് ടു ലേൺ. ഇന്ത്യയിലെ MBA കൊണ്ട് ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇല്ലേ? ഇവിടെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തോ ആയിരിക്കണം? ബി പ്രിപ്പയർഡ് ടു ഡു. നമ്മുടെ കേരളത്തിലെ ആ മൈൻഡ് സെറ്റ് കൊണ്ട് ഇവിടെ കാര്യം നടക്കുമോ? നടക്കത്തില്ലല്ലോ. He said, no. I said, well, it's up to you. സെയിം വേ ദൈവം മനുഷ്യനെ എവിടെ ഇറക്കുക? തോട്ടത്തിൽ നിന്ന്. ഇനി നീ വേണം ഇതെല്ലാം നോക്കിയോണാ. ഇനിയിപ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ട് പറയുന്നത് ISIS ദൈവം എന്തിയെ, സുനാമി വന്നു ദൈവം എന്തിയെ, അവിടെ പട്ടിണി ആൾക്കാർ ചാകുന്നു ദൈവം എന്തിയെ, ദൈവമുണ്ടോ? നീ എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്? നീ എന്ത് പറഞ്ഞോണ്ടാണ് ഇറങ്ങിയത്? നീ പ്രസിഡന്റ്, ഒബാമയോട് പറഞ്ഞ നീ പ്രസിഡന്റ് ആയിരുന്നല്ലോ. We gave you Air Force One, Marine One, we gave you everything. Now you can't blame anyone. You yourself are responsible. We gave you the vote. We gave you the opportunity. അതുകൊണ്ട് ലാസ്റ്റിൽ ദൈവം ഈ ഡിസ്പെൻസേഷൻ നോക്കുമ്പോൾ, ലാസ്റ്റ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ കിങ്ഡം വരുന്ന മുമ്പേ 6 ഡിസ്പെൻസേഷൻസ് ഉണ്ട്. ഫൈനലി ആരുടെ ഡിസ്പെൻസേഷൻ വരും? നമ്മുടെ കർത്താവിൻ്റെ ഡിസ്പെൻസേഷൻ വരും.
And by that time we are done. നമുക്ക് എന്തോ മനസ്സിലായി, എന്നെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഈ യുഗങ്ങൾ കൊടുത്തത്. സോ ആദ്യത്തെ യുഗത്തിൽ മനുഷ്യൻ എങ്ങനെ നടക്കുക? ദ ഫസ്റ്റ് ഡിസ്പെൻസേഷൻ അതെവിടുന്നാ? ക്രിയേഷൻ ഓഫ് മാൻ ടിൽ ഹിസ് ഫോൾ. അവന്റെ സൃഷ്ടി മുതൽ അവന്റെ വീഴ്ച വരെ ഒരു സമയം വേണ്ടിയതെല്ലാം കൊടുത്തു. നെക്സ്റ്റ് എല്ലാം ദൈവം ഫേവറബിൾ ബിഗിനിങ് മീൻസ് എവറിത്തിങ് വാസ് ഇൻ ഹിസ് കൺട്രോൾ. ജസ്റ്റ് സബ്ഡ്യൂ ഇറ്റ്. മൂന്നാമത് ടെസ്റ്റ് ഈസ് വാട്ട്സ് ദി ഓപ്ഷൻ? ആ ഓപ്ഷൻ നമ്മുടെ അടുത്ത് ഇന്നും ഉണ്ടോ? ആദാമും ഹവ്വ എത്ര പ്രാവശ്യം ഫലം കഴിച്ചേ? നമ്മളോ? അല്ലേ? അതുകൊണ്ടാ വചനം ധ്യാനിക്കുന്നത്. കർത്താവേ, ഇത്രയെല്ലാം തിന്നിട്ട് നമ്മൾ ഇതുവരെ എന്തോ പഠിച്ചിട്ടില്ല. പാഠം. Who am I to decide what's good and bad? Let him decide, the one who has created me. And then the purpose is to test man in the state of innocence. Restriction എന്തുവാ? റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? തിന്നുന്ന നാളിൽ ടെംപ്റ്റ് ചെയ്യാൻ ആരെയും, ടെസ്റ്റിന് വേണ്ടി ആരെയും വെച്ചിട്ടുണ്ട്? സാത്താനെയും വെച്ചിട്ടുണ്ട്. ഫെയിലിയർ. മാൻ could not walk in the state of പാപം വന്നു കഴിഞ്ഞിട്ടല്ല, നിഷ്കളങ്കമായ ആ സ്ഥിതിയിൽ പോലും അവന് നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? പാപമില്ല. പാപമില്ലാത്ത സമയത്തും അത്രയും ഉയർന്ന സ്റ്റാൻഡേർഡിൽ ഇരുന്ന മനുഷ്യന് പോലും നടക്കാൻ കഴിയുന്നില്ല. And judgment was the curses. കേഴ്സ് പറയുമ്പോൾ ദീസ് ആർ നോട്ട് കേഴ്സ്. നമ്മൾ അതിനെ ശാപം പറയുന്നു, പക്ഷേ ശാപമല്ല. ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ, നമ്മുടെ വീണ സ്ഥിതിയിൽ ജീവിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്നും മനുഷ്യൻ, ഇപ്പം കുറച്ച് മുമ്പേ ഞാൻ വായിക്കുന്നുണ്ട്, മനുഷ്യൻ പറയുന്നത് ഇപ്പം man can live for 1000 years. ഇപ്പോഴേ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? പക്ഷെ അവർ മിറക്കിൾ പിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? എത്ര പൈസ ചെലവാക്കി ഐസ് കുടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ 2 മാസം മുമ്പേ ആയിരുന്നു, 30 years old and you can have a stroke. സാധാരണ നമ്മൾ എപ്പോഴാ ചിന്തിച്ചേ? 50+. ഇപ്പം ചെറുപ്പക്കാർക്ക് 30 ആകുമ്പോഴേ ഹാർട്ട് അറ്റാക്കാ. സോ നമുക്കിനി എത്ര ആയുസുണ്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ദൈവം ഓൾറെഡി എന്തോ ചെയ്തു, തീരുമാനിച്ചു കഴിഞ്ഞു. ആൻഡ് ഹി പ്രോമിസ്ഡ് എ റിഡീമർ. ലുക്ക് അറ്റ് ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ആൻഡ് ദെൻ ദ സൈൻ ഈസ് ഗേവ് ഹിം ദ കോട്ട് ഓഫ് സ്കിൻസ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് കംസ് ദ ഡിസ്പെൻസേഷൻ ഓഫ് കോൺഷ്യൻസ്. ഇനിയത്തെ യുഗത്തിൽ, ഈ യുഗം തുടങ്ങിയത് എവിടുന്നാ? മനുഷ്യന്റെ വീഴ്ച തൊട്ട് the flood. Now look at this age that has come. കഴിഞ്ഞ ഡിസ്പെൻസേഷനും ഈ ഡിസ്പെൻസേഷൻ തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞതിൽ ദൈവം എന്തോ ചെയ്തു? came down, walked with man. ഇനിയിപ്പം I'm not going to tell you anything. നിന്റെ അകത്തൊരു മനസാക്ഷിയുണ്ട്. അതായിരിക്കും നിന്നോട് പറയുന്നത് ശരി എന്തുവാ തെറ്റെന്തുവാ. മുമ്പേ എന്തുവായിരുന്നു? ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഇനിയിപ്പം നീ എന്തുവാ തോട്ടത്തിൽ നിന്ന് പറഞ്ഞ് ഇറങ്ങിയത്? ഞാൻ സ്വന്തമേ നടന്നോ? പക്ഷെ നിന്റെ അകത്ത് എന്തുകൊണ്ട്? സോ അതിൽ നിന്ന് അറിയാം, ദൈവത്തിന് മുമ്പേ തന്നെ അറിയാമായിരുന്നോ ഇവൻ വീഴും? അറിയാം. ഇവന്റെ കൂടെ ഞാൻ നടന്നില്ലെങ്കിലും ഇവന് തെറ്റ് എന്തുവാന്ന് പറഞ്ഞു കൊടുക്കാൻ അകത്ത് എന്തോ ഇട്ടിട്ടുണ്ട്? മനസാക്ഷി ഇട്ടിട്ടുണ്ട്. എന്നാ മനുഷ്യൻ അതുകൊണ്ട് ആ തോട്ടത്തിൽ നിന്ന് വെളിയിൽ വന്നപ്പം, ക്യാൻ യു സി ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 3. നമുക്ക് ആ കഥകൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലെല്ലാം പോകുന്നില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ യൂഷ്വലി നമ്മുടെ ധാരണ എന്തുവാ? ഈ 2 ബ്രദേഴ്സിൽ ആത്മീയൻ ആരാ? ഹാബേൽ ഇല്ലയോ? പക്ഷെ ശ്രദ്ധിച്ചു വായിച്ചേ,
യോഗത്തിന് ആദ്യമേ വന്നവനാരാ? ആരാ യോഗത്തിന് ആദ്യമേ വന്നേ? ആണോ? അതെന്നാ അവൻ മീറ്റിംഗിന് ആദ്യമേ വന്നേ? We think Abel is the one. പക്ഷെ സത്യത്തിൽ നോക്കിയാൽ യോഗം തുടങ്ങിയപ്പോൾ ആദ്യമേ കൃത്യം ടൈമിന് വന്നിരുന്നവൻ ആരാ? കൈന. ഇല്ലേ? ആണോ? തെറ്റ് വന്നത് എവിടാ? ദി ഓഫറിംഗ് ദാറ്റ് ഹി ബ്രോട്ട്. അവിടെ വരുന്ന വിഷയം മനസാക്ഷി അകത്തിട്ടിട്ടുണ്ട്. ദൈവം ഈ മനസാക്ഷി അകത്ത് എന്തിനായിട്ട്? നമ്മളെല്ലാവർക്കും ഉണ്ടല്ലോ. Is there a conscience? Why has God put that conscience in us? We need to understand that. നമ്മുടെ ശരീരത്തിൽ നെർവ്സ് ഉണ്ടോ? നെർവ്സിന് എന്തോ മലയാളം? ഞരമ്പുണ്ടോ? ഞരമ്പ് എന്തിനായിട്ടേക്കുന്നേ? Why are the nerves there in our body? Sensation. ഇത് ബ്ലഡ് സർക്കുലേഷൻ അല്ല, സെൻസേഷൻ. ഈ നെർവ്സ് ഇല്ലായിരുന്നെങ്കിൽ we would have no sensation. ഈ ഫിസിക്കൽ ബോഡിക്ക് നെർവ്സ് ഉള്ള പോലെ ദൈവം നമ്മുടെ ആത്മീയ മനുഷ്യന് കോൺഷ്യൻസ് കൊടുത്തേക്കുന്നത്. യു ക്യാൻ സെൻസ്. അതാ മനസാക്ഷി. ഇറ്റ് ഗിവ്സ് യു ദ സെൻസേഷൻ. മനസാക്ഷി ദൈവം തന്നത് എന്തിനാ? നല്ലപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസാക്ഷി ആയിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. It puts on the table things, what is wrong and what is right, so that I use my free will to take a decision. മനസ്സിലാകുന്നുണ്ടോ? മനസാക്ഷി എൻ്റെ മുമ്പിൽ എന്തോ കൊണ്ടുവരും? തെറ്റ് എന്തുവാ ശരി എന്തുവാ എന്ന് രണ്ടും എൻ്റെ മുമ്പിൽ കൊണ്ടുവരും. കാരണം ഇനി ദൈവമില്ലാതെ തന്നെ നീ തീരുമാനിക്കണം ഇതിൽ ശരി എന്തുവാ തെറ്റെന്തുവാ. അതിനാ ദൈവം നമ്മുടെ അകത്ത് എന്തോ ഇട്ടത്? മനസാക്ഷി ഇട്ടിട്ടുണ്ട്. പക്ഷേ ലുക്ക് അറ്റ് ദിസ്. മനസാക്ഷി ഉള്ളവൻ മനുഷ്യൻ വീണപ്പോൾ അവൻ്റെ സ്ഥിതി എന്തുവായിരുന്നു? വി സോ ക്ലാസ്സിൽ കഴിഞ്ഞ പിക്ചേഴ്സിൽ ഞാൻ കാണിച്ചായിരുന്നു. Can you see man before the fall? വീഴുന്നതിന് മുമ്പേ വീണ് കഴിഞ്ഞിട്ടുള്ള വ്യത്യാസം. വീഴുന്നതിന് മുമ്പേ ശരീരത്തിൽ എന്തോ ഇല്ല. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് അവൻ ദിവസം എണ്ണുന്നില്ല. ഈസ് നോട്ട് കൗണ്ടിങ് ഡേയ്സ്. രോഗമില്ല, ക്ഷീണമില്ല, there's no pain, nothing, no death. പ്രാണനാണെങ്കിലും he can think, he thinks, he has emotions and he has free will. അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? വാണോണ്ട് ഇരിക്കുക. ആത്മാവുള്ളതുകൊണ്ട് ദൈവമായിട്ട് എന്തുകൊണ്ട് ബന്ധമുണ്ട്. പക്ഷെ വീണ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്തുവാ? Can you see? അവന്റെ ശരീരം എന്തുവായി? Can you see? Can you see this? Can you see this? ഈ ശരീരം എന്തുവായി? Can you see this? ശരീരം എന്തുവായി? Can we just pray? Can we just pray? Hallelujah. ആ കുടുംബത്തുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരൻ വചനം പഠിക്കാനാ വന്നേ. ഹല്ലേലൂയ. സ്തോത്രം. നീ പ്രവർത്തിക്കണമേ കർത്താവ്. കർത്താവ്, നിനക്ക് അസാധ്യമായ ഒന്നുമില്ല. കർത്താവെ, ഞങ്ങൾ വേറെ ഒന്നുമല്ല പഠിക്കുന്നത്. ഞങ്ങൾ നിന്നെ നോക്കുന്നു. നീ ഇന്ന് രാത്രി നീ പ്രവർത്തിക്കണമേ കർത്താവെ. We commit this in your hand, Lord. സാത്താന്റെ എല്ലാ തന്ത്രങ്ങളെയും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ച് യേശുവിൻ്റെ നാമത്തിൽ സാത്താന്റെ എല്ലാ തന്ത്രങ്ങളെയും ഞങ്ങൾ തകർക്കുന്നു.
Lord, we just want you to work a miracle so that sister and the kids, they realize how great you are, who you are. Hallelujah. Hallelujah. We just want you to work, O Lord. Thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Lord, we know you are sovereign. Hallelujah. നീ സർവശക്തനാ കർത്താവേ, നീ സർവശക്തനാ. നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, പുതിയ നിയമത്തിൽ സ്തീഫാനോസിന്റെ മരണം പൗലോസിനെ നിന്റെ പാതയിൽ കൊണ്ടുവന്നു. അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. നീ ഒരു പദ്ധതി വെച്ച മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സഹോദരി കയറി വന്നത്. ഹല്ലേലൂയ. Lord, we were just meditating on your word. Let not judgment fall on her. We just pray that she may sense your presence, how awesome you are. We just pray that she may know your love. Hallelujah. Thank you, Lord. നിന്റെ ദാസന് ആവശ്യമായ ധൈര്യം നീ കൊടുക്കണമേ. Let this be a turning point in their life, that they come closer to you, O Lord. And we believe it's you who allowed this, O Lord. നീ ഒരു പദ്ധതി വെച്ച ഇതെല്ലാം ചെയ്ത കർത്താവേ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. Hallelujah. Thank you, Lord. Thank you, Lord. Hallelujah. കർത്താവേ, മനുഷ്യനല്ല സംസാരിക്കേണ്ടത്, നീ സംസാരിക്കണമേ കർത്താവേ. നിന്റെ ശബ്ദത്തിന് എതിർത്ത് ആർക്കും നിൽക്കാൻ കഴിയത്തില്ല കർത്താവേ. Hallelujah. Thank you, Jesus. We bring this matter before you. We just want your will to be done. We want your name to be glorified. In Jesus' name we pray. Amen. Amen. So, ഇതൊന്ന് നിർത്തിയിട്ട് ഓൺ ചെയ്യാം. Can you just stop and start? ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഛത്തീസ്ഗഡിലും ഇങ്ങനത്തെ ഒരു മീറ്റിങ്ങിൽ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ can you see man? പാപം കയറിയോണ്ട് എന്തുവായി? His body has become weak. പ്രാണൻ എന്തുവായി? Corrupted. And ആത്മാവിന് ദൈവമായിട്ട് എന്തു ചെയ്തു? ആ പാമ്പ് കാണിക്കുന്നത് എന്തുവാ? ഇനി അടുത്ത പ്രിൻസിപ്പിൾ അകത്ത് എന്തു വന്നു? See, man wanted to be, മനുഷ്യൻ ഏകനായിട്ടാണ് നടന്ന ശ്രമിച്ചത്. പക്ഷെ അവന്റെ അകത്ത് കയറി വന്നതാരാ? പാപം അകത്ത് കയറി. അവന്റെ കംപ്ലീറ്റ് സിസ്റ്റം എന്തോ ആക്കി? കറപ്റ്റ് ആക്കി. അഥവാ നമ്മൾ സൃഷ്ടിയുടെ ഭാഷയെ നോക്കിയാൽ മനുഷ്യൻ ഭൂമിയുടെ പോലെ പാഴും ശൂന്യമായി. പക്ഷെ ഭൂമി പാഴും ശൂന്യമായെങ്കിലും ആ വെള്ളത്തിന്റെ കീഴിൽ എന്തുകൊണ്ട്? അല്ല, ഭൂമി ഉണ്ട്. പാഴും ശൂന്യമാണെങ്കിലും ഭൂമി ഉണ്ടായിരുന്നു. സെയിം ഈ മനുഷ്യൻ സ്ഥിതി ഇങ്ങനെയായെങ്കിലും ആത്മാവ് മരിച്ചെന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ബന്ധമില്ലെങ്കിലും ഇവന് വേണമെങ്കിൽ എന്തോ ചെയ്യാം, നടക്കാം. എങ്ങനെ? അകത്ത് തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയാനുള്ള സിസ്റ്റം മുമ്പേ തന്നെ ഇട്ടിട്ടുണ്ട്. അതെന്തുവാ സാധനം? മനസാക്ഷിയുണ്ട്. നമ്മളെല്ലാം ഈ സത്യത്തിൽ കയറി വന്നത് അകത്ത് ആ മനസാക്ഷി ഉണ്ടായിരുന്നല്ലോ. ആ മനസാക്ഷി ഇല്ലായിരുന്നെങ്കിൽ we were lost. This is just like a satellite. It has gone out of control, but thank God it has that radio signal ഉണ്ട്. സെയിം അതുപോലെ തന്നെയാ ഇനി ഇപ്പം ഇവൻ എങ്ങനെ നടക്കണം? ഇനി അടുത്ത യുഗം ഏതാ? ഇത് നിഷ്കളങ്ക യുഗം. ഇതേതാ? മനസാക്ഷി യുഗം. സോ മനസാക്ഷിയിൽ ഇവൻ എന്തോ ചെയ്യണം?
he has to walk. So അതിനെ നമ്മൾ വായിച്ചേ. Romans chapter 20 verse 1. പുറപ്പാട് 20:1. 20:1. Romans 20 റോമൻസ് അല്ല, ക്ഷമിക്കണം, എക്സോഡസ് 20 ക്ഷമിക്കണം 1:1 വരെ വായിച്ചേ. ദൈവം ഈ വചനങ്ങളെയൊക്കെയും അരുളി ചെയ്തു. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഇത് നമുക്കറിയാലോ. ജസ്റ്റ് റെഫറൻസ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് എന്തോ കൊടുത്തു? പ്രമാണം കൊടുത്തു. ഗോഡ് ഗേവ് 613 laws. അത് നമ്മൾ പിന്നെ മറ്റേ ഡിസ്പെൻസേഷനിൽ നോക്കാം, ഡിസ്പെൻസേഷൻ ഓഫ് ദ ലോ. ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കാൻ, ഇസ്രായേൽ മക്കൾക്ക് എന്തോ കൊടുത്തു? നിയമങ്ങൾ കൊടുത്തു. ജാതികൾക്കോ വല്ല പ്രമാണം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സോ ദൈവം ജാതികളുമായിട്ടായിരിക്കും എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുന്നത്? വായിച്ചേ റോമർ 2:14-15. Romans 2:14-15. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? 15 വായിച്ചോ. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി ഇതിപ്പോ കേട്ടാ മതി. ഇപ്പം ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചേ 14 and 15. ജസ്റ്റ് കേട്ടാ മതി. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ഇസ്രായേൽ മക്കൾക്ക് എന്തോ കൊടുത്തു? ന്യായപ്രമാണം കൊടുത്തു. എത്ര എണ്ണം ഉണ്ട്? 613. ജാതികൾക്ക് ഒരു പ്രമാണവും ഇല്ല. പക്ഷെ അവർക്ക് ന്യായപ്രമാണം ഇല്ലെങ്കിലും അവരുമായിട്ട് ദൈവം എങ്ങനെയാ ചെയ്യുന്നത്? ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ അവർ സ്വഭാവത്താൽ ചെയ്യുക. അതിന്റെ അർത്ഥം ന്യായപ്രമാണം തന്നിട്ടില്ലെങ്കിലും ഇവന്റെ രക്തത്തിൽ കലക്കിയിട്ടുണ്ട്. നീ യഹൂദൻ അല്ലെങ്കിലും നിനക്കൊരു എക്സ്ക്യൂസ് ഇല്ല. അവർ സ്വഭാവത്താൽ എന്തോ ചെയ്യുക? ന്യായപ്രമാണത്തിൽ എന്തോ എഴുതിയേക്കുന്നോ അതുപോലെ തന്നെ അവർ സ്വഭാവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ്, ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. തന്നെ അവർ എന്തുവായി? They themselves are a law. നിങ്ങൾക്കൊരു കല്ലിൽ എഴുതി തന്നിട്ടില്ല. That's all. But you cannot say we don't know. അതെങ്ങനാ? അകത്ത് എന്തുകൊണ്ട്? മനസാക്ഷി. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു. മനസാക്ഷി എന്തോ ചെയ്തോണ്ടിരിക്കുക? സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അതിന്റെ കൂടെ 1 തിമോത്തിയർ 4:2. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. ഒന്നുകൂടെ വായിച്ചേ. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി ഇംഗ്ലീഷിൽ എങ്ങനെ? 1 Timothy chapter 4 verse 2. Speaking lies in hypocrisy, having their conscience seared with a hot iron. Having their conscience seared with a hot iron. അവിടെ മലയാളത്തിലാണ് മനസാക്ഷി എന്തോ ചെയ്തേക്കുക? സോ ദൈവം മനസാക്ഷി അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വ്യക്തിക്ക് ഇങ്ങനെ നടക്കാൻ കഴിയും? You understand? പറഞ്ഞു തരുന്നുണ്ടല്ലോ ഇത് തെറ്റാ. അങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിലും ഇവൻ ഇങ്ങനെ നടക്കാൻ കഴിയും? കാരണം ഇവന്റെ അകത്ത് സ്വയമേ തീരുമാനിക്കാനുള്ള എന്തോ വെച്ചിട്ടുണ്ട്? ഒരു കഴിവുണ്ട്. മനസാക്ഷി എന്തോ ചെയ്യും?
ഞാനിപ്പോൾ ഒരു സഹോദരിയെ കണ്ടപ്പം, അല്ലെങ്കിൽ സഹോദരി മാത്രമല്ല, കള്ളാണെങ്കിൽ തുണിയാണെങ്കിലും, നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ അച്ചാമ്മമാർ കള്ള് ഷാപ്പിൻ്റെ വെളിയിൽ ലൈനിൽ നിൽക്കുന്നത്. എല്ലാവരും കണ്ടല്ലോ അച്ചായൻ അവിടെ നിൽക്കുന്നത്. പിന്നെ എന്താ ഈ സാധനം കൈ പിടിച്ചോണ്ട് വീട്ടിൽ പോകാതെ? എവിടെ പൊതിയും? പേപ്പറിൽ പൊതിയുന്നത് എന്തിനാ? കണ്ടിട്ടുണ്ടോ? എവിടെ നിൽക്കുക? കള്ള് ഷാപ്പിൽ നിൽക്കുക, ലൈനിൽ നിൽക്കും 1 കിലോമീറ്റർ. ഇപ്പം പിന്നെ എല്ലാം ബാൻ ചെയ്ത്, അറിയത്തില്ല. 2 കിലോമീറ്റർ എല്ലാവരും കണ്ടു അച്ചായൻ അവിടെ നിൽക്കുന്നത്. പക്ഷെ ആ സാധനം ഇതെവിടാ? കടലാസിൽ പൊതി. കാരണം മനസാക്ഷിയെ ചൂട് വെച്ചു. Seared the conscience. That means I am using my free will to do things that my conscience is telling me is not right. അതിനൊരു സിമ്പിൾ കാര്യം, നമ്മുടെ JB ബ്രദർ വണ്ടി ഓടിക്കുക. ഇതിലുണ്ടല്ലോ, ലേറ്റസ്റ്റ് വണ്ടി ആയതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ലൈറ്റ് കാണിക്കല്ലോ. അത് കുറേ നേരമായി ഇങ്ങനെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇതിപ്പോൾ കുറച്ച് നേരം മുമ്പേ ഇവിടെ ഫയർ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മളെന്തോ ചെയ്യും? അത് കൂടുതൽ ദേഷ്യം കയറിയ മേളിൽ കയറി എൻ്റെ ബാറ്ററി ഊരി വയ്ക്കും, ഇല്ലേ? അത് പാവം. ഈ നമ്മുടെ ഫയറിൻ്റെ വാർണിംഗ് തരുന്ന പോലെ ഇല്ലേ നമ്മുടെ മനസാക്ഷി? ചൂട് വെച്ചതിൻ്റെ അർത്ഥം ഒരു തീയില്ല. ഞാൻ മീൻ കറി ഉണ്ടാക്കുമായിരുന്നു, അതിൻ്റെ മണം വന്നപ്പോൾ നിനക്ക് ഫയർ തോന്നുക. ദൈവം അതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുക. നമ്മൾ കയറി എന്തോ ഊരി, ബാറ്ററി ഊരി. അങ്ങനെ മനുഷ്യനിങ്ങനെ നടക്കുന്നത്. പിന്നെ വീട് കത്തിപ്പോകുമ്പോഴാണ് അറിയുന്നത്, ഫയർ ബ്രിഗേഡ് വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. ഇൻഷുറൻസ് കിട്ടുമോ? പറഞ്ഞാട്ടെ, ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഫയർ ബ്രിഗേഡ് എഴുതുന്ന എന്തുവാ? ഹി റിമൂവ് ദ ബാറ്ററീസ്. വിൽ ഇറ്റ് എഫക്ട് യുവർ ഇൻഷുറൻസ്? ദാറ്റ്സ് ഇനഫ്. സെയിം അതുപോലെ നമ്മൾ ഈ വണ്ടിയിൽ സിഗ്നൽ അടിച്ചപ്പം JB ബ്രദറിന് ദേഷ്യം കയറി. താഴെ ചെന്ന ലൈറ്റ് വരുന്ന ആ വയറങ്ങ് കണ്ടിച്ചു. ആൻഡ് ദെൻ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് വലിയ ആശ്വാസമായി, നീ ശല്യം ചെയ്തില്ലല്ലോ. വണ്ടി ഓടിക്കുക, നീ വണ്ടി തീ പിടിച്ച് കഴിയുമ്പോഴാണ്. അങ്ങനെ നമ്മൾ ഇന്ത്യയിലും ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പോകുമ്പോൾ ഫ്യൂസ് പോവില്ലയോ? അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യും? കമ്പി ഇട്ട് കേട്ടു. വീട് മുഴുവൻ തീ പിടിച്ചാലും ഫ്യൂസ് പോവില്ല. അതായി മനസാക്ഷി ചൂട് പിടിച്ചത്. We have seared our conscience. അതുകൊണ്ട് നിത്യനരകമുണ്ട്. നിനക്ക് ഞാൻ മനസാക്ഷി കിട്ടു, നിനക്ക് അറിയാം തെറ്റെന്ത്. അതിന് ചില എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാൽ, അന്യജാതികൾ. ജസ്റ്റ് ഫ്യൂ എക്സാമ്പിൾ. ജെനസിസ് 26:7, ഉൽപ്പത്തി 26:7. ആ സ്ഥലത്തെ ജനം അവന്റെ ഭാര്യയെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എന്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. റിബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എന്റെ ഭാര്യ എന്ന് പറവാൻ അവൻ ശങ്കിച്ചു. അവൻ അവിടെ ഏറെക്കാലം പാർത്ത ശേഷം ഫെലിസ്ത്യന്റെ രാജാവായ അബിമേലെ കിളിവാതിൽ കൂടി നോക്കി ഇസഹാക്ക് തന്റെ ഭാര്യയായ റിബേക്കയോടുകൂടി വിനോദിക്കുന്നത് കണ്ടു. അബിമേലെക്ക് ഇസഹാക്കിനെ വിളിച്ചു. അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം, പിന്നെ എന്റെ സഹോദരി എന്ന് നീ പറഞ്ഞത് എങ്ങനെ എന്ന് ചോദിച്ചതിന്. ആരാ പറയുന്നത് ഇത്? വിശ്വാസിയോട് ബുദ്ധി പറഞ്ഞു തരുന്നത് ആരാ? അന്യജാതി. അതെങ്ങനെ പറയാൻ കഴിയും? അന്യജാതിയാണെങ്കിലും ദൈവമായിട്ട് ബന്ധവും ഉടമ്പടിയും വാഗ്ദാനങ്ങൾ കിട്ടിയ ഇസാക്കിന്, അല്ലെങ്കിൽ ഫറവോനെ കുറിച്ച് അറിയാലോ, ഫറവോൻ അബ്രഹാം. ജാതികൾ വിശ്വാസികൾക്ക് ചിലപ്പോഴൊക്കെ എന്തോ പറഞ്ഞു തരും? ബുദ്ധി പറഞ്ഞു തരും. കാരണം അവരുടെയൊക്കെ എന്തുകൊണ്ട്? Can you see the conscience working inside an unbeliever? And many times it's the unbeliever who guides a believer. From that you understand how sensitive it is inside every person. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ട്സ് 28:1-6 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 28:1-6 വരെ.
28-1 മുതൽ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ച് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോ ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല. എന്തോ പറയാ, ബർബരന്മാർ പറയാ ഇവനെന്തോ ചെയ്തിട്ടുണ്ട്. മീൻസ് അകത്തോ ബേസിക് സിസ്റ്റം വിട്ടിട്ടുണ്ട്. അവർക്കറിയാം തെറ്റ് ചെയ്തോണ്ടാ ഇത് കിട്ടുന്നത്. സോ അവിടെ വരുന്നൊരു വിഷയം, മനസാക്ഷി ഉള്ളവൻ തെറ്റ് ചെയ്യാൻ കഴിയുമോ? ഉണ്ടല്ലോ അകത്ത്. പക്ഷെ ഈ മനസാക്ഷി ചെയ്യുന്ന ഒട്ടൊരു കാര്യം ഇറ്റ് വിൽ ജസ്റ്റ് ടെൽ യു. ബട്ട് ദ പ്രോബ്ലം ഈസ്, ഈ പാപം അകത്ത് കയറിയപ്പോൾ ആ മനസാക്ഷി വേറെ കറപ്റ്റഡാണ്. അതുകൊണ്ട് ജാതികൾ, ഹിന്ദു, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ആരാണെങ്കിലും ഇത് ഇപ്പം ഫോർ എക്സാമ്പിൾ അത് മനസാക്ഷി പറഞ്ഞാൽ ഈ ത്രാസ് ഉണ്ടല്ലോ, ദ സ്കെയിൽ, അതിൽ നമ്മൾ 2 കിലോയുടെ അത് വെക്കുമല്ലോ. അത് ഇന്ത്യയിലാണെങ്കിൽ അതിനെന്തോ പറയുന്നത്, വെയിറ്റ്, കട്ടി. അതിൻ്റെ താഴെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സീലും ഉണ്ടല്ലോ. ചിലയിടത്തൊക്കെ ഉണ്ട് കല്ല് വെച്ചിട്ടുണ്ട്. ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സീൽ അവർ വേ ചെയ്തിട്ടാ പറയുന്നത് ദിസ് ഇസ് ദിസ് മച്ച്. പക്ഷെ ചിലയിടത്ത് ആ സീലില്ല. ഞാൻ ഓർക്കുന്ന ഈ 2 കിലോ ഉള്ളി ഞാൻ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ 2 കിലോയാ. നോ, ചിലപ്പോൾ ആ സീലില്ലാത്ത സാധനം എഴുതിയിട്ടുണ്ട് 2 കിലോ, ബട്ട് ദ വെയിറ്റ് ഇസ് നോട്ട്. അത് നമ്മൾ ഇന്ത്യയിലൊക്കെ, ഇവിടെ എനിക്കറിയത്തില്ല, ഗ്യാസ് സ്റ്റേഷനിലൊക്കെ ചെന്നാൽ അവരുടെ മീറ്ററിൽ തന്നെ എന്താ ചെയ്തിട്ടുണ്ട്, സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർക്കുന്ന കൃത്യമായി 2 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. ഇല്ല, അവർ അതിൽ ഏതാണ്ട് ഒരു സെറ്റിംഗ്. അതുപോലെ മനസാക്ഷി, പാപം വന്നുകൊണ്ട് വാട്ട് ഐ ഹാവ് ഡൺ ഇസ്, എൻ്റെ മനസാക്ഷി എൻ്റെ സിസ്റ്റം അനുസരിച്ച് എന്തോ ആയി, കണ്ടീഷനായി. അതുകൊണ്ട് ഒരു ഹൈന്ദവ സഹോദരൻ അവൻ്റെ ആചാരങ്ങളനുസരിച്ച് അവൻ അത് ചെയ്തില്ലെങ്കിൽ അവന് രാത്രി ഉറക്കം വരത്തില്ല. ക്രിസ്ത്യാനി അല്ലെ മുസ്ലിം ആണെങ്കിലും അവനെ ഏത് അന്തരീക്ഷത്തിൽ വളർത്തിക്കൊണ്ടെന്നോ അവൻ്റെ കോൺഷ്യൻസും അതനുസരിച്ച് എന്തോ ആയിട്ടുണ്ട്, അതിനെ കണ്ടീഷനായിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അവൻ എന്തോ ഇല്ല, സമാധാനം ഇല്ല. സോ നമ്മൾ അവിടെ വരുന്ന ഒരു വിഷയം, അങ്ങനെയാണെങ്കിൽ ഹൗ വിൽ യു നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്? കാരണം ഇന്ന് മനസാക്ഷിയുള്ള മനുഷ്യൻ അവൻ പറയുന്ന ഗേസ് ആൻഡ് ലെസ്ബിയൻസ്, there is nothing wrong. എന്നാൽ അതിന് നീതീകരണം, ദിസ് ഇസ് ജെനറ്റിക്സ്. മാൻ, ഇത് ജെനറ്റിക്സ് ആയിരുന്നെങ്കിൽ നീ ജനിക്കത്തേയില്ലായിരുന്നല്ലോ, ഇല്ലേ? അവർ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുമ്പോൾ എന്തോ പറയുന്നത്, വി ആർ ബോൺ ലൈക്ക് ദിസ്, ഇറ്റ്സ് ഇൻ ആർ ജീൻസ്. നിന്റെ ജീൻസിൽ ഇത് വന്നായിരുന്നെങ്കിൽ നീ എവിടെ നിന്ന് വരാൻ? നിന്റെ അപ്പൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ മനസ്സിലാകുന്നോ? വി വുഡ് ഹാവ് നെവർ ബീൻ ബോൺ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. So we try to justify, and they are very comfortable with that because our conscience endoi, it is conditioned like that. And now അവരുടെ വീട്ടിൽ വളർന്നു പറഞ്ഞ ആ കൊച്ച് അവൻ അമ്മയെ കണ്ടിട്ടില്ലല്ലോ, അവൻ രണ്ട് അപ്പന്മാരെ ഇല്ലയോ കണ്ടുകൊണ്ട് അവൻ വളർന്നേ. And he thinks that's natural. മനസ്സിലാകുന്നുള്ളൂ. സൊസൈറ്റി, ഇപ്പം ഈ സൊസൈറ്റി പോകുന്ന പോക്ക്, ദേ തിങ്ക് ഇറ്റ് ഈസ് നാച്ചുറൽ. ഞാനിപ്പം ടൊറോണ്ടോയിൽ നിന്ന് വാങ്കൂവറിൽ പോയപ്പോൾ 2 പുരുഷന്മാർ, ചെറുപ്പക്കാർ, ഒരു സ്ട്രോളറിൽ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് പോവുക. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക, പാവം കൊച്ച്, ഇത് അമ്മയുടെ സ്നേഹം എല്ലാം അറിയൂ. ഒരുത്തൻ ആരായിക്കുക, അമ്മയായിരിക്കുക. പക്ഷെ അവരുടെ മനസാക്ഷി അവരെ എന്തോ ചെയ്യുന്നില്ല, കുത്തുന്നില്ല. കാരണം അതനുസരിച്ച് എന്തുവായി, അഡ്ജസ്റ്റായി. ഈ മനസാക്ഷിയുടെ ആ സ്കെയിലിന്റെ വെയിറ്റ് എക്സാക്ട് വരണമെങ്കിൽ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ. ഈ വചനം എത്ര നമ്മൾ പഠിക്കുന്നോ നമ്മുടെ ആ വെയിറ്റിന്റെ സെൻസിറ്റിവിറ്റി എക്സാക്ട് വരും.
നമുക്കറിയാലോ പണ്ട് എന്തുവാ നമ്മുടെ ഇന്ത്യയിലൊക്കെ പണ്ട് ആ ഇലക്ട്രിസിറ്റി മീറ്റർ ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ചെരിച്ചാൽ മതി, കറങ്ങത്തില്ല. ഇപ്പൊ എന്തോ വന്നു, ഡിജിറ്റൽ. ഇത് ചെരിച്ചാലും കറക്കിയാലും ഒരു പ്രയോജനം. നമുക്കത് വേണ്ട, കാരണം ഇത് കാര്യം ശരിയായിട്ട് പറയും. മറ്റേതായതിൻ്റെ ആ ഡിസ്ക് ഒന്ന് കറക്കാൻ കുറെ മെനക്കേടുണ്ടായിരുന്നു. അതുപോലെ ഈ വചനം പഠിക്കുമ്പോൾ എൻ്റെ മാനുവൽ എന്തോ ആയി മാറും, ഡിജിറ്റലായി മാറും. അതുകൊണ്ട് ദൈവം മനുഷ്യന് മനസാക്ഷി ഉണ്ടെങ്കിലും വചനം കൊടുത്തേക്കുന്ന എന്തിനാ? ബിക്കോസ് ദിസ് വിൽ ഗിവ് യു ദി എക്സാക്ട് information about what is exactly right and what is exactly wrong. അതുകൊണ്ട് ഒരു വിശ്വാസി വചനം പഠിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ ഇഷ്യൂ വന്നാൽ മതി, അവൻ ഉടനെ തന്നെ മനസ്സിലാകുന്നേ ഞാൻ ചെയ്തത് തെറ്റ്. ആ ഒരു വിഷയം വരണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? വചനം പഠിക്കണം. സോ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മനസാക്ഷി അനുസരിച്ച് നടക്കാനല്ല, എങ്ങനെ നടക്കണം? ഈ വചനമായിരിക്കും നമ്മളെ സകല സത്യത്തിൽ വഴി നടത്തുന്നത്. സോ നമ്മൾ കൈനും ആബേലിന്റെ കാര്യം നോക്കിയല്ലോ. ലോകത്തിന്റെ മതങ്ങൾ തുടങ്ങിയത് എവിടാ? നമ്മുടെ കൈൻ അച്ചായനില്. ഹി ഈസ് റിലീജിയസ് ബട്ട് നോട്ട് സ്പിരിച്വൽ. അതെങ്ങനെ പറയാം നമുക്ക് മലയാളത്തിൽ? അവൻ ആത്മീയനല്ല, പക്ഷെ എന്തോ റിലീജിയസിന് എന്തോ മലയാളം? അവൻ ഭക്തനാ. അവൻ യോഗത്തിന് ആദ്യമേ വന്നു, പക്ഷെ അവന്റെ രീതി അനുസരിച്ച്. അവന്റെ രീതി എന്തുവാ? ഞാൻ എൻ്റെ നല്ല പ്രവൃത്തികൾ കൊണ്ടുവന്നു. സോ മനുഷ്യൻ ദൈവത്തെ പ്രസാദിക്കാൻ എങ്ങനെ ശ്രമിക്കുന്നേ? അവന്റെ നല്ല പ്രവൃത്തി മുഖാന്തരം. പക്ഷെ ഓർത്തോണം, നീതീകരണം നമ്മുടെ നല്ല പ്രവൃത്തി അല്ല. ആബേൽ ചെയ്തത് എന്തുവാ? He came with a sacrifice. സാക്രിഫൈസ് പറയുമ്പോൾ എന്തുവാ? എനിക്ക് ജീവിക്കാൻ ഒരു യോഗ്യതയും ഇല്ല, നീ കാണിച്ച തന്ന ആ പാത അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. സോ ആസ് എ ബിലീവർ, ഒരു വിശ്വാസിയുടെ നിലയിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എൻ്റെ സ്തോത്രാഴ്ച ദശാംശം പള്ളി പോക്കും അതുമാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോ വേ. The only way to be righteous is through faith by grace. ദൈവത്തിന്റെ കൃപയല്ലാതെ വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. സോ ഞാൻ എത്ര ആചാരങ്ങൾ ചെയ്താലും ഇറ്റ്സ് ഓഫ് നോ യൂസ്. അതുകൊണ്ട് കൈൻ അവന്റെ ആചാരങ്ങൾ ദൈവത്തിന് ഇഷ്ടം തോന്നാതെ വന്നപ്പോൾ അവൻ എന്ത് വന്നു? അവന് ദേഷ്യം വന്നു. ബിക്കോസ് ഐ വിൽ അപ്രോച്ച് ഗോഡ് ഓൺ മൈ ഓൺ സ്റ്റാൻഡേർഡ്. എനിക്ക് നീ പറഞ്ഞു തന്ന പാത വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ക്രിസ്തീയ ലോകം നോക്കിയാൽ ഒരു ക്രിസ്തു, ഒരു ബൈബിളും ഇല്ലേ? എത്ര ആൾക്കാരുണ്ട് ഇതിൽ? ആരാ സ്വർഗത്തിൽ പോകുന്നത്? ഹു വിൽ ഗോ? പെന്തക്കോസ്ത് പറയുന്നത് നിങ്ങളെല്ലാം നരകത്തിൽ പോകും. കത്തോലിക്ക പറഞ്ഞ് മെജോറിറ്റി ഏതാ? കത്തോലിക്കരാ. അല്ല, നിങ്ങളെല്ലാം നരകത്തിൽ പോകും. ഇതിൽ ഫൈനലി പോകുന്നത് ആരാ? സോ അതേ സമയത്ത് കൃത്യമായി പറഞ്ഞു തരുന്നത് ആരാ? ബൈബിൾ സെയിം അല്ലയോ? പക്ഷെ നമ്മൾ ആ വേദോസ്തം മുഴുവൻ ഏറ്റെടുക്കാൻ നമുക്ക് മനസ്സില്ല. ദാറ്റ്സ് വേർ ദ പ്രോബ്ലം കംസ്. I want to approach God on my own terms. Ada Kain. That's where religion stands. Kain ആർക്ക് വേണ്ടി നിഴല? ഈ ഭക്തന്മാർക്ക് വേണ്ടി. ആബേൽ ആർക്ക് വേണ്ടിയാ? ആത്മീയർക്ക് വേണ്ടി. സോ ആബേൽ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാ? എനിക്ക് ഒരു യോഗ്യതയും ഇല്ല, ഐ എം ഗിൽറ്റി. സോ അത് ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിച്ച ഒരു വിഷയം റോമൻസ് 4 എടുത്തായിരുന്നല്ലോ നമ്മൾ. Through one man what has come? Romans 4:5. Yeah. Romans 4:5. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവരിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അല്ല, 5 വേഴ്സ്. റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യൻ
മനുഷ്യനാൽ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. സോ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണ്ടേ, ദൈവം നീതിമാനാ. ദൈവം മനുഷ്യൻ വീഴുന്ന മുമ്പ് എന്തോ പറഞ്ഞു? നീ ഫലം കഴിക്കുന്ന നാളിൽ മരിക്കും നിശ്ചയം. നമ്മൾ കോടതി ഭാഷ സംസാരിച്ചാൽ ഏദൻ തോട്ടത്തിൽ ദൈവം ഓൾറെഡി ജഡ്ജ്മെന്റ്, ദൈവത്തിന്റെ പ്രമാണം പറയുന്നത് കഴിക്കുന്ന നാളിൽ മനുഷ്യൻ എന്നാ ഗിൽട്ടി ആയത്? When was man declared guilty? The day he chose to walk on his own, God's Lord declares you are guilty. മനുഷ്യൻ എന്ന് മുതലാണ് ഗിൽട്ടി ആയത്? ഏദൻ തോട്ടത്തിൽ തന്നെ. ഞാൻ രാവിലെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ രാജാ ബ്രദർ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തു. എക്സാമ്പിൾ, നമുക്ക് ജാമ്യത്തിന് അപ്ലൈ ചെയ്യാലോ, കാരണം ഇനി വക്കീലും എവിഡൻസും എല്ലാം വരണമല്ലോ. സോ പിടിച്ചോണ്ട് പോയി ജാമ്യത്തിൽ ആളിറങ്ങി. പിന്നെ കോർട്ട് ഡേറ്റ്സ് തരും, വീട്ടിൽ നിന്ന് പോയാൽ മതി. പക്ഷെ വിധി ദിവസം വരുമ്പോൾ ടെൻഷൻ കാണുമോ? പക്ഷെ ഡേറ്റിന് പോകുമ്പോൾ എന്തോ ഇല്ല, ടെൻഷനില്ല. ഞാൻ പോയില്ലെങ്കിൽ വക്കീലുണ്ടല്ലോ. പക്ഷെ വിധിയുടെ ദിവസം വക്കീൽ പോയാൽ കാര്യം നടക്കുമോ? ഞാൻ നിൽക്കണം. ടെൻഷനുണ്ടോ? അന്ന് രാവിലെ ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം ജഡ്ജ് രണ്ട് സൈഡും കേട്ട് കഴിഞ്ഞു. വിധി വീണത് എന്തുവാ? യു ആർ ഗിൽറ്റി. വിധി പറഞ്ഞ ഉടനെ തന്നെ ഇന്ന് വീട്ടിൽ പോവാം, സാറേ അടുത്ത ഡേറ്റിൽ വരാമെന്ന് പറയാൻ നോക്കൂ. ആ നിമിഷം തന്നെ ആറ് പിടിക്കും. എങ്ങോട്ടാ പോകുന്നത്? ജയിലോട്ട്. ജയലളിതയെ കൊണ്ടുപോയി കണ്ടായിരുന്നല്ലോ. ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും കോടതി നോക്കുമ്പോൾ യു ആർ പ്രൊനൗൺസ്ഡ് ഗിൽറ്റി. ഇനി ഒന്നേ ഉള്ളൂ, സെന്റൻസിങ് നടന്നിട്ടില്ല, ബട്ട് യു ഹാവ് ബീൻ പ്രൊനൗൺസ്ഡ്. ഇനി ഇപ്പൊ എങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. സെയിം ഏദൻ തോട്ടത്തിൽ മനുഷ്യന്റെ കൈ ഹാസ് ബീൻ ബൗണ്ട്. ദൈവത്തിന്റെ നീതി എന്തോ പറയുന്നേ? നീ ഫലം കഴിക്കുന്ന നാൾ മരിക്കും നിശ്ചയം. സോ ദ ജഡ്ജ്മെന്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ്. നൗ യു ആർ കണ്ടംൻഡ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ മുഖാന്തരം ഈ ഭൂമി വന്നവരെല്ലാം ആരാ? പാപികളാണ്. പക്ഷെ കർത്താവ് കൃപയുള്ളവൻ. അന്നേരം തന്നെ ആദാമിനെ പിടിച്ച് എവിടെ ഇടാം? ദാറ്റ്സ് വാട്ട് ഈസ് ജസ്റ്റിസ് ഡിമാൻഡ്സ്. ദൈവം നീതി കൃപയുള്ളവനായതുകൊണ്ട് നമ്മളെല്ലാം ഈ ഭൂമി വന്നു. ഒരവസരം നമുക്ക് കിട്ടി. ഇനി ഞാൻ വേണം തീരുമാനിക്കാൻ, ദൈവഹിതം വേണോ അതോ നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. സി ഫോർ എക്സാമ്പിൾ, ദൈവം നിങ്ങളെ കേരളത്തിൽ നിന്ന് പൊക്കി അമേരിക്കയെ കൊണ്ടുവന്നത് കൃപയുള്ളവനായതുകൊണ്ടില്ലേ? നമ്മുടെ നല്ല പ്രവൃത്തിയാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്? അല്ലല്ലോ. ഇറ്റ്സ് പ്യൂർലി ഹിസ് ഗ്രേസ്. ദൈവം എന്നോട് ഇത്രയും വിശ്വസ്തനായിരിക്കുന്നതിൻ്റെ കാരണം അവന് ഒറ്റ ഒരു ആഗ്രഹമുള്ളൂ, നീ പഠിക്കേ, നിനക്ക് സ്വന്തമേ നടക്കാൻ കഴിയത്തില്ല, ഒരു നിത്യതയുണ്ട്. ഐ വോണ്ട് യു ടു ട്രസ്റ്റ് മീ. സോ കൈന് വന്നതും ആബേൽ വന്നതും എങ്ങനെ? സോ ഇനിയിപ്പം മനസാക്ഷി യുഗം, ജസ്റ്റ് ദെൻ വിൽ ക്ലോസ് ആൻഡ് വി വിൽ പ്രേ. മനസാക്ഷി യുഗത്തിൽ മനുഷ്യൻ നടക്കാൻ കഴിയുന്നുണ്ടോ? ഇസ് ഹി ഏബിൾ ടു വാക്ക്? അവൻ ചെയ്യേണ്ടത് എന്തുവാ? ഇവന്റെ മുമ്പേ ഉള്ള ടെസ്റ്റ് എന്തുവാ? ആദാമും ഹവ്വ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പം ഈസ് ഹിസ് കോൺഷ്യൻസ് ഫ്രഷ് ആണോ? ബാറ്ററി ഫുൾ ചാർജ് ആണോ? കൈനും ആദാമും ഹവ്വയുടെ they can easily decide, but can you see in മനസ്സ് അല്ല, നിഷ്കളങ്ക യുഗത്തിൽ ആദാം ഹവ്വ നടക്കാൻ ഒത്തില്ല. കോൺഷ്യൻസ് ഫുൾ ബാറ്ററി ഉണ്ടായിട്ടും കൈൻ ആബേലിനെ കൊല്ലുക. അടുത്ത തലമുറയാ. ക്യാൻ യു സീ പാപം മനുഷ്യനെ എത്ര വഷളാക്കി? നടക്കാൻ കഴിയാത്തതിന്റെ കാരണം അകത്താറുണ്ട്? പാപം അകത്തുണ്ട്. അതാ മനുഷ്യനെ എന്തോ ആക്കുന്നേ? ദൈവത്തിന്റെ he can't walk. and അവന്റെ സ്ഥിതി നോക്കിക്കേ. ഫൈനലി ആ യുഗം അവസാനിച്ചത് എങ്ങനെ? വെള്ളപ്പൊക്കം അയച്ച എല്ലാത്തിനെയും വൈപ്പ് ഔട്ട് ചെയ്തേ. The reason God wiped them out is, വായിച്ച ഉൽപ്പത്തി, and we'll pray, Genesis 6 verse 5. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും
അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്ന് യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുദപിച്ചു. ദൈവം എന്തോ ചെയ്യുക? അനുദപിക്കുന്നതിന്റെ അർത്ഥം is he saying that I should have not created man? What is he saying? ഇംഗ്ലീഷിലാണെങ്കിൽ and the Lord said, my spirit shall not always strive with man, or that he also is flesh, yet his, അതിന്റെ മൂന്നാമത്തെ വാക്യം, yet his days shall be 120 years. ദൈവം ആയുസ് എന്തോ ചെയ്തു? നീ കൂടുതൽ ആയുസില്ല, കുറച്ച് സമയം തരുന്നുള്ളൂ. എന്താ അത്രയും ആയുസ് തന്നത്? അത്രയും ആയുസിൽ വേണം നീ തീരുമാനിക്കാൻ എന്റെ ഹിതമനുസരിച്ച് നടക്കണോ. നോയയുടെ സമയത്ത് മനസാക്ഷി യുഗത്തിൽ 120 ആക്കിയെങ്കിൽ നമുക്ക് നീ എത്ര തരണം? JB ബ്രദർ എത്രയായി? ഇപ്പൊ എത്രയായി? ഞാനും ഐ എം അറൌണ്ട് 44-45. Have we crossed our limits? Have we crossed our expiry date? കഴിഞ്ഞോ? ഇല്ലേ? 120 എവിടായിരുന്നു? മനസാക്ഷി യുഗത്തിലായിരുന്നു. താങ്ക് ഗോഡ്. എൻ്റെ 44 എന്തുവായി? ഇതെന്തോ പറയുന്നേ? യു ആർ ലക്കി. You should have been gone by now. But please pray that I may get a long life. No way. ജനിക്കുന്ന മുമ്പേ തന്നെ എക്സ്പയറി ഡേറ്റ് അടിച്ചിട്ടാ വിട്ടത്. കർത്താവേ, എനിക്ക് വീടും വണ്ടിയല്ല വിഷയം, സമയം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ സ്വഭാവം ഒന്ന് മാറണം. ഐ ജസ്റ്റ് വോണ്ട് ടു ബി ലൈക്ക് യു. എനിക്ക് നിന്റെ അനുഗ്രഹങ്ങളല്ല വേണ്ടിയത്. ഐ ഡോണ്ട് വോണ്ട് യുവർ ബ്ലെസ്സിങ്സ്, ഐ വോണ്ട് യു. മനസ്സിലാകുന്നു? അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഇത്ര അവസരങ്ങൾ തന്നത്. And look at them. And then God says, അഞ്ചാമത്തെ വാക്യം, and God saw that the wickedness of man was great in the earth, and that every imagination of the thoughts of his heart was only evil continually. So ഇപ്പൊ നോക്കിയാൽ ഈ വീടിൻ്റെ അകത്ത് ഈ ഫയർ അലാറം തന്നിട്ടുണ്ടെങ്കിൽ ഫയർ ബ്രിഗേഡുകാരും മറ്റോരും ഇരുന്ന് പറയുന്നത്, man, these people, they can open it up and they'll remove the cell. They are so crazy with their things that even if the fire alarm says it is fire, so we'll come up with something that they cannot fool around with. ഇപ്പോഴില്ലേ നമുക്ക് ആ പ്ലെയിൻ പോയി കഴിഞ്ഞിട്ടില്ലേ നമുക്ക് പിടി കിട്ടിയത്? ഈ പ്ലെയിൻ പൊങ്ങി കഴിഞ്ഞാൽ ഇതിനെ ട്രാക്ക് ചെയ്യാൻ ഒരു മാർഗവും ഇല്ലെന്ന് ഇല്ലേ? അതുവരെ നമ്മൾ എന്താ ചിന്തിച്ചതുകൊണ്ട് വെച്ചതുവാ? പ്ലെയിൻ എവിടെ പോയാലും ലേറ്റസ്റ്റ് ടെക്നോളജിയാ. അതുകൊണ്ട് ഒരു പൈലറ്റ്, നമ്മൾ ഈ തുണി മാത്രം ഊരിയിട്ടില്ല, ബാക്കി എല്ലാം സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞിട്ട് പ്ലെയിനെ കയറിയതാ. പൈലറ്റ് ഇതൊന്നും സ്കിപ്പ് ചെയ്താൽ തൊപ്പി ഇട്ടുകൊണ്ട് അവൻ പോയത്. അവൻ പ്ലെയിൻ എടുത്തോണ്ട് എങ്ങോട്ട് പോയത് ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. And you know the scourging we did? ലോകം മുഴുവൻ ശ്രമിച്ചിട്ടു ഒരു 777 ഇതുവരെ കണ്ടിട്ടില്ല. One man knew how to play with the system. One man knew it. അത് പൈലറ്റ് തന്നെ അവൻ്റെ വീട്ടിൽ എന്തോ ഉണ്ട്. And you know, he had a simulator in his house. He knows the system. And he easily fooled the whole world by switching off the system. And he takes a plane. Same അത് പറഞ്ഞു വന്നത്. Look at man. ദൈവം ഇത്രയും കൊടുത്തിട്ടും ദൈവം ദുഃഖിക്കുക. ദൈവം റിഗ്രറ്റ്സ് അല്ല, ദൈവം ദുഃഖിക്കുന്നത് എന്തുവാ? നിനക്ക് ഞാൻ മനസാക്ഷി ഇട്ടിട്ടും നിനക്ക് തെറ്റും ശരി പറഞ്ഞു തരുന്ന ആ സിസ്റ്റം ഇട്ടിട്ടും നിനക്ക് എന്തോ ഇല്ല, നടക്കാൻ കഴിയുന്നില്ല. നടക്കണമെങ്കിൽ നടക്കാൻ പ്രൂഫ്. മാനോക്ക് നടന്നോ? കൈൻ നടന്നോ? സേത്ത് നടന്നോ? നോവ നടന്നോ? ദാറ്റ്സ് എ പ്രൂഫ് ദാറ്റ് യു ക്യാൻ വാക്ക്. നിനക്ക് അറിയാവുന്ന സത്യം അനുസരിച്ച് നിനക്ക് എന്തോ ചെയ്യാം. പക്ഷേ ആ മെഷർമെന്റ് എന്നായിരുന്നു? ഇൻ ദി ഏജ് ഓഫ് കോൺഷ്യൻസ്. ഇന്ന് അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ദാറ്റ് വാസ് എന്ന്? ഇൻ ദി ഏജ് ഓഫ് കോൺഷ്യൻസ്. അന്ന് വേദോസ്തവും ഇല്ല, പഠിപ്പിച്ചു തരാനും ആരും ഇല്ല.
അന്നേരത്തെ ദൈവത്തിന്റെ ഡീലിങ്സ് എങ്ങനെയായിരുന്നു? മനസാക്ഷി യുഗ മുഖാന്തരം ദൈവം ഡീൽ ചെയ്തു. പക്ഷെ നടക്കാതെ വന്നപ്പം ആ മനസാക്ഷി യുഗത്തിലെ എല്ലാത്തിനെയും മാറ്റിയില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ സ്ഥിതി എന്തുവായിരുന്നതിന്? Can you imagine? 8 പേരെ രക്ഷപ്പെട്ടുള്ളൂ. കാരണം ഇൻ ദി ഐസ് ഓഫ് ഗോഡ്, when God looks, ഒരു നോയുണ്ട്, അവൻ അറിയാവുന്ന ആ സത്യം. And all that he is doing is, അവർക്ക് എത്ര അറിയാം? സ്വർഗം അറിയാമോ? നിത്യ യെരൂശലേം എല്ലാം അറിയാമോ? ദൈവത്തിന്റെ സ്നേഹം അറിയാമോ? അവർക്ക് എന്തോ അറിയാം? നോയ്ക്ക് എന്തോ അറിയാം? All that he knows is, മനസാക്ഷി മാറി നടന്നാൽ ന്യായവിധി വീഴും. അസൈം ബർബറന്മാർ പറഞ്ഞ പോലെ ഇല്ലയോ? അതനുസരിച്ച് ആര് നടന്നു? നോവ നടന്നു. And he saved. And then we look at it, means മാധ്യമം എങ്ങനെയായിരുന്നു? Man's conscience. Next, failure. Adam, Cain and his descendants. Son of God, Seth's descendants, all men. What happened? Failed. Judgment. വെള്ളപ്പൊക്കം അയച്ച് പ്രൊവിഷൻ ഓഫ് റിഡംഷൻ. ഒരു ചെറിയൊരു ബോട്ടിനകത്ത് എത്ര പേരുണ്ട്? See, look at God. ഏതൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയപ്പം അവനൊരു വാഗ്ദാനം കൊടുത്തോ? ആ സെയിം ദൈവം വെള്ളപ്പൊക്കത്തിൽ മനുഷ്യനെ നശിപ്പിക്കുമ്പോൾ ഒരു ചെറിയ ബോട്ടിൽ എന്തോ ഉണ്ട്? God could have wiped out everyone. ഏതൻ തോട്ടത്തിൽ തന്നെ മനുഷ്യനെ എന്ത് ചെയ്യാമായിരുന്നു? തീർക്കാമായിരുന്നു. നോ. ഫ്ലഡിന്റെ സമയത്ത് എല്ലാത്തിനെയും തീർക്കാം. നോ. I have bound myself with covenant. അതിന്റെ അടയാളം എന്തുവാ? നമ്മൾ ഇന്ന് റെയിൻബോ നോക്കുമ്പോൾ എന്തോ പറയുന്നത്? We are least bothered, right? But what is God telling us? നീ വിശ്വസ്തനല്ലെങ്കിലും ഞാൻ എന്തുവാ? നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ can we just go ahead and look at God and say, Lord, thank God for your faithfulness. നീ നിമിഷം വരെ വിശ്വസ്തനല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ലെവലിൽ എത്തുമോ? Is it purely his faithfulness? ദൈവം മനുഷ്യനോട് പറയുന്നത്, നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിലും ഞാൻ. നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇഷ്യൂസ് ഉണ്ടല്ലോ, പ്രോബ്ലംസ് ആർ there. Do I have to worry? പാസ്റ്റർ പറഞ്ഞില്ലെങ്കിലും no one says, but the rainbow says, there is someone who does not change. That's the reason I can look towards the future and I can say, I don't have to worry. Can I just trust? നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോൺ ബ്രദറുടെ വിഷയമാണെങ്കിലും നമ്മുടെ വിഷയങ്ങളാണെങ്കിലും, let it be any issues, any worries, the rainbow is there. ദൈവം ആ റെയിൻബോ മുഖാന്തരം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മനുഷ്യ, നീ ഭാരപ്പെടണ്ട. മനസാക്ഷി യുഗത്തില് ഹല്ലേലൂയ ഒരാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കല്ലേ? നോ വേ. നമ്മളെ സ്നേഹിക്കുന്നവരോട് നമ്മളങ്ങ് അടക്കും. ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. ദൈവം നമുക്ക് കുടുംബം തന്നിട്ടുണ്ട്, ജോലി തന്നിട്ടുണ്ട്. God has given us all things. But let all of these things bring us closer to God. Hallelujah. ഇന്ന് ഇവിടുന്ന് വീട്ടിൽ പോകുമ്പോൾ just go with a simple thought. The rainbow up there tells me, മകനെ ഭാരപ്പെടണ്ട, മകളെ ഭാരപ്പെടണ്ട. And just accept it. ആ ഒരു കാര്യം ഒന്ന് ഏറ്റെടുത്താൽ മതി. നമ്മുടെ നോട്ടത്തിനൊരു വ്യത്യാസം വരും. അല്ലെങ്കിൽ ഭാരപ്പെട്ടിട്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ കൊണ്ടുവന്നത് നമ്മളെ ഭാരപ്പെടുത്താനല്ല, അവനെ നോക്കാനാ. God has not brought issues in our life so that we can get bogged down with things. He just wants us to look up towards Him. Don't pray that, Lord, remove the problems. Don't pray that. Pray that, Lord, help me to see things the way you see it.
കർത്താവെ, നീ ഈ ജീവിതത്തെ നോക്കുന്ന പോലെ നിന്റെ ആ നോട്ടം എനിക്കും വേണം. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിച്ചേക്കുന്ന ഒരു ദേവിയോ ദേവനല്ല, സൃഷ്ടിതാവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ആലയമായി തീർന്നല്ലോ. നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തന്നിട്ടില്ലെങ്കിലും ചിന്തിക്കുന്ന അപ്പുറം അവൻ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. പക്ഷെ നന്മ തിന്മ തമ്മിലുള്ള വ്യത്യാസം നമ്മളല്ല തീരുമാനിക്കേണ്ടത്. പിതാവേ, നിന്റെ ഹിതം എനിക്ക് മതി, അതിന്റെ അപ്പുറം എനിക്ക് ഒന്നും വേണ്ട. ഹല്ലേലൂയ. അതൊന്ന് എനിക്ക് അകത്തുനിന്നൊന്ന് പറയാൻ കഴിയുമോ? തിരുഹിതം മതി കർത്താവേ. നിന്റെ ഹിതത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ അവസരം വരല്ലേ. ഹല്ലേലൂയ. നമുക്ക് ആരോഗ്യം തരുന്നത് ഇറച്ചി മീനും മുട്ടയോ ബോൺവിറ്റയോ അല്ല. ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ആ ബലം കിട്ടും. ഹല്ലേലൂയ. പ്രാർത്ഥനയിലല്ല ബലം, ദൈവ വചനത്തിലാ ബലം. ഞാൻ ആ വചനം ഒന്ന് ഏറ്റെടുത്താൽ മതി. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തൻ. സ്വന്തം അമ്മ മറന്നു പോയാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. അവൻ പറഞ്ഞോ മതി. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വിശ്വാസത്തെ കാത്തു, പൗലോസ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ലോകം എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, ഞാൻ പ്രത്യാശയുള്ളവനാ. താങ്ക് യു ലോർഡ്. എൻ്റെ കയ്യിൽ ഒരു ചെറിയ പുസ്തകം കിട്ടിയിട്ടുണ്ട്, 66 പുസ്തകം. അത് ദൈവത്തെ ഓർപ്പിക്കാനല്ല, അവന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കാനാ. ഹല്ലേലൂയ, hallelujah. Let's look at life and accept it as a challenge and face it. Hallelujah. ദൈവം നമ്മുടെ പൈസയോ നമ്മുടെ ബാക്കി കാര്യങ്ങളല്ല ശ്രദ്ധിക്കുന്നത്. പൈസ കൊടുത്ത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, നമുക്ക് തന്ന ഈ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, മറ്റവരിങ്ങനെ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രത്യാശയോട് സന്തോഷത്തോട് ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും ലെറ്റ് ഇറ്റ് ബി എനിത്തിങ് ലോർഡ്, യു ആർ ദേർ വിത്ത് അസ്. കർത്താവേ, നിന്നെ പിതാവ് എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം നീ തന്നല്ലോ. ഹല്ലേലൂയ. ആ സത്യം നീ വെളിപ്പെടുത്തി തന്നല്ലോ കർത്താവേ. ഞാൻ ആരെ അറിയുന്നില്ല, പക്ഷെ സൃഷ്ടിതാവിനെ അബ്ബ വിളിക്കാനുള്ള ഭാഗ്യം. ബാക്കി കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നീ ചെയ്യുന്നു എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നിന്റെ ഹിതത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ കാണുന്നവൻ ക്രിസ്തുവിനെ മാത്രം കണ്ടാൽ മതി. ഈ വചനം ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ കർത്താവേ. എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.